പാലക്കാട് വിളയൂരിലെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് റാഫി ഉൾപ്പെട്ട കുഴൽപ്പണ കവർച്ചാ കേസിൽ 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ ചെമ്മണിവീട്ടിൽ വിപിൻ, പെരുങ്ങോട്ടുകര വന്നണി സിബി, കിഴുപ്പള്ളിക്കര അമ്പലത്തു വീട്ടിൽ ഷജഹാൻ എന്നിവരെയാണ് ഇടപ്പള്ളി ദേശീയപാതയിൽ വാഹനത്തിൽ രക്ഷപ്പെടുത്തുന്നതിനിടെ പിന്തുടർന്ന് പിടികൂടിയത്. കളമശ്ശേരി പോലീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അന്തിക്കാട് സ്റ്റേഷനിലെത്തിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 5ആയി. കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് പറയുന്ന കട്ടിംഗ് നബീലിനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. പെൺസുഹൃത്തിനൊപ്പം ദുബായിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. കവർച്ചയ്ക്കായി ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത CB ശർമ്മയും നേരത്തെ പിടിയിലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ആകെ 11 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃപ്രയാറിനടുത്ത് പൈനൂരിൽ വെച്ച് വിളയൂർ സ്വദേശി മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കുഴൽപ്പണമാണ് കാർ ആക്രമിച്ച് കവർന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നിലവിലെ കേസിൽ 16.25 ലക്ഷം രൂപ നഷ്ടമായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളെ കണ്ടെത്തുന്നതിനായി പോലീസ് 8 പ്രത്യേക സ്ക്വാഡുകളിലായി തിരിഞ്ഞ് അന്വേഷണം തുടരുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം അന്വേഷണം പുരോഗമിക്കുകയാണ്. മുഹമ്മദ് റാഫിയാണ് രൂപ ഡോളറാക്കി മാറ്റുന്നതിനായി ഏജന്റായ രഞ്ജിത്തിനെ സമീപിച്ചതെന്നാണ് അന്വേഷണ വിവരം. സമാന കേസുകളിൽ പ്രതിയായ രഞ്ജിത്തുമായുള്ള മുഹമ്മദ് റാഫിയുടെ ബന്ധവും ഇതിനു മുമ്പും സമാന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കളമശ്ശേരി സ്റ്റേഷനിലെ SI-മാരായ സെബാസ്റ്റ്യൻ P. ചാക്കോ, AK എൽദോ, CPO ബേസിൽ മാത്യു എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്.